അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യത്തിൽ കിടക്കാം. ഇത് വന്നിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് ജൂനിയർ ഇൻ്റലിജൻറ്റ് ഓഫീസർ എന്ന പോസ്റ്റിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. ഇതിൻ്റെ ഒറിജിനൽ നോട്ടിഫിക്കേഷൻ തന്നെ ഈ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇത് വന്നിട്ട് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പം നിങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പേജിലേക്കാണ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ അതിൻ്റെ ബേസിക് ഇൻഫർമേഷൻ ഇവിടെ മേലെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ നോട്ടിഫിക്കേഷൻ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ഞാൻ വലുതാക്കി കഴിഞ്ഞാൽ അത് ഫുള്ള് ഇതിൽ വരും. അപ്പോൾ ജൂനിയർ ഇൻ്റലിജൻസ് ഓഫീസർ ഗ്രേഡ് 2 ടെക്നിക്കൽ എക്സാമിനേഷൻ 2025 ആണ്. ഓക്കെ, അപ്പോൾ അത് എന്താണ് ആദ്യം നമുക്ക് നോക്കാനുള്ളത്, ക്വാളിഫിക്കേഷൻ ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റും എന്നുള്ളത്. ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ദ ഫീൽഡ്സ് ഓഫ് ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി അങ്ങനെ പോകണം. പിന്നെ അതല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് വിത്ത് ഇലക്ട്രോണിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഫിസിക്സ് ഓർ മാത്തമാറ്റിക്സ് ഫ്രം എ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫ്രം എ ഗവൺമെൻറ് റെക്കഗ്നൈസ്, അതാണ് ക്വാളിഫിക്കേഷൻ. ഓക്കെ, പിന്നെ ഏജ് 18 to 27 അതിൻ്റെ ഉള്ളിൽ. പിന്നെ ആസ് യൂഷ്വൽ അത് റിലാക്സേഷൻ കിട്ടുന്നത് SC/ST ആണെങ്കിൽ, പിന്നെ അതർ അങ്ങനെ ഇത് ഫുള്ള് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സ് സർവീസ് മാൻ അങ്ങനെ ഉണ്ടാവും. നോർമൽ കേസിൽ അൺറിസർവ്ഡ് ആണെങ്കിൽ 18 to 27 ഉള്ളിൽ, 18 കഴിഞ്ഞിരിക്കണം, 27 ഉള്ളിലായിരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സാമിനേഷൻ 3 ടയറായിട്ടാണ് നടത്തുന്നത്. ഒന്നൊരു 100 മാർക്കിൻ്റെ ടയർ 1, പിന്നെ ഒരു 30 മാർക്കിൻ്റെ ടയർ 2, പിന്നെ ലാസ്റ്റ് ഇൻ്റർവ്യൂ ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ് 20. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ ഇത് വരിക, എന്താ പറയുക, ഫൈനൽ സെലക്ഷൻ വരിക. പിന്നെ സിറ്റി ഓഫ് എക്സാമിനേഷൻ കാൻഡിഡേറ്റ്സ് അത് എവിടെയൊക്കെ കിട്ടും എന്നുള്ളത് ഇപ്പോൾ കേരള, കർണാടക എല്ലാം ഇവിടെ ചെക്ക് ചെയ്താൽ കിട്ടും. കർണാടകയുടെ ഇവിടെ ഉണ്ട്, കേരള, എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം. ഇത് ഓൺലൈനിലാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈനിൽ അപേക്ഷിക്കാൻ ഇത് 21 പേജുള്ളൊരു ഇതാണ്. അതെല്ലാം വായിച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളോട്. ഓക്കെ, അപ്പോൾ ഇത് അപേക്ഷിക്കണമെങ്കിൽ എങ്ങനെയാണ്, applicants are advised to go through all parameters under different paras and sub-paras and satisfy themselves about their suitability എന്ന് പിന്നെ അത് കഴിഞ്ഞാൽ may apply online through MHA വെബ്സൈറ്റ്. അതവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ സൈറ്റ്, ഓർ NSE പോർട്ടൽ. ഈ 2 സൈറ്റിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അത് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സൈറ്റിലേക്ക് പോകും. അവിടുന്ന് നിങ്ങൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ്റെ എടുക്കുക. ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോർ ജൂനിയർ ഇൻ്റലിജൻസ് ഓഫീസർ ഗ്രേഡ് 2 വേറെ നോക്കിക്കോളൂ. അത് പറ്റുന്ന ആൾക്കാർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോർ ജൂനിയർ ഇൻ്റലിജൻസ് ഓഫീസർ അപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കുക. അപ്പോൾ അത് അതിൻ്റെ ഇതിലേക്ക് പോകും. ഇത് കോപ്പി ചെയ്യുക, എന്നിട്ട് അതിലേക്ക് ഇടുക. വെബ് ബ്രൗസറിൻ്റെ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ്റെ അതിലേക്ക് പോകാൻ പറ്റും. അങ്ങനെയാണ് അതിൻ്റെ അപ്ലിക്കേഷൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അത് നോക്കുക. സിമ്പിളാണ് സംഭവം. ലിങ്കിൽ പോവുക, ഇതിൽ വെബ്സൈറ്റിൽ കയറുക, 1 by 1 ഫില്ല് ചെയ്യുക, സംഭവം കഴിഞ്ഞു, അപ്ലൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.